ഇതെന്തായാലും പല രീതിയിൽ നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ്. രോഗിക്ക് ചികിത്സയ്ക്ക് ശേഷം രോഗി വീട്ടിൽ പോകുന്നു. ഇങ്ങനെയല്ല ഒരു ആശുപത്രിയിൽ അവിടെ അത് മാത്രമല്ല ഒരു ആശുപത്രിയിൽ നടക്കുന്നത്. രോഗി വരുമ്പോൾ രോഗിയോടുള്ള സമീപനം, രോഗിയെ കേൾക്കൽ, രോഗിയോട് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കൽ, നിങ്ങൾ തമ്മിലൊരു ധാരണയിലെത്തി ഇതെല്ലാം ഉണ്ട്. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഏത് മെഡിക്കൽ കോളേജിലും ആയിരക്കണക്കിന് രോഗികൾ വരുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാകും. ഇപ്പോൾ ബെഡ് കിട്ടിയില്ല എന്ന് പറയുന്നു. സ്വാഭാവികമാണ്, നമുക്കറിയാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഏതുപോലും ജനറൽ വാർഡിൽ കയറി വരുന്ന വാർഡിലല്ല, നിങ്ങൾ ജനറൽ വാർഡിൽ പോയാൽ നിങ്ങൾക്ക് കട്ടിൽ കിട്ടില്ല. അത് വരുമ്പോഴല്ല പിന്നീടായാലും. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഹാർട്ടിൻ്റെയൊക്കെ വരുമ്പോഴാണ് പിന്നെയും നിങ്ങൾക്ക് ബെഡ് കിട്ടാനുള്ള സാധ്യത. അല്ല ഡോക്ടർമാർ എന്ത് ചെയ്യും? ഉള്ള പേഴ്സിനെ എടുത്ത് നിലത്ത് കിടത്തിയിട്ട് ഇയാളുടെ അടുത്ത് കട്ടിൽ കിടത്താൻ പറ്റുമോ? പറ്റില്ല. അവിടെയും സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് പക്ഷേ ഇന്ന് തുടങ്ങിയതല്ല, എത്രയോ കാലമായി ഉള്ളതാണ്. നമ്മൾ ആ സംവിധാനം നന്നാക്കിക്കൊണ്ട് വരികയാണ്. പക്ഷേ ഒരു രോഗി അദ്ദേഹത്തിൻ്റെ മരണമൊഴി, അദ്ദേഹം മരിക്കുമ്പോഴും അദ്ദേഹം വിശ്വസിച്ചത് എനിക്ക് ചികിത്സ കിട്ടിയില്ല എന്നാണ്. സത്യം അതല്ല എന്ന് തെളിവുകൾ പറയുന്നു. നോക്കൂ, എന്തൊരു ദയനീയമായ അവസ്ഥയാണ്. ഒരു മനുഷ്യൻ എനിക്ക് ചികിത്സ കിട്ടാതെ ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് കരുതി. അത് ഒരു വലിയ വീഴ്ച തന്നെയാണ്.